ഹലോ അസ്സലാമു അലൈക്കും റമദാൻ മുബാരക്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഇഫ്താർ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ 2 ദിവസമായി ഇഫ്താർ വ്ളോഗ്സോ അങ്ങനെ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ട് 2 ദിവസമായി. അപ്പോൾ അതെന്താ കാര്യം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 സ്നാക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്, കുറച്ച് സമയവും മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാൻ രാവിലെ അടുക്കളയിൽ പോയൊക്കെയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഉമ്മ പപ്പടം പൊരിച്ച് വെക്കുന്നുണ്ട്, പിന്നെ കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ചെമ്മിക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഉമ്മക്ക് ഇങ്ങനെ രാത്രി ചെമ്മിക്കറിയും പിന്നെ പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാമെന്നും പറഞ്ഞ് അതെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. ഉമ്മ ഇങ്ങനെ കറി നേരത്തെ തന്നെ ആക്കി വെക്കും കേട്ടോ. അപ്പം ഇനി എന്തായാലും ചിക്കനായാലും ബീഫായാലും മീനായാലും ഒക്കെ ഇങ്ങനെ രാവിലെ തന്നെ ആക്കി വെക്കും. പിന്നെ ഇതിപ്പം വൈകുന്നേരത്തെ കാര്യങ്ങളാണ്. ഞാനൊരു 5 മണിക്കാണ് ഇന്ന് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉമ്മ രാവിലെ ചെമ്മി റെഡിയാക്കിയ സമയത്ത് എനിക്ക് കുറച്ച് ചെമ്മി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പം ഉമ്മയ്ക്ക് കുറച്ച് ഫ്രീസറിൽ മാറ്റി വെച്ചതേനു. പിന്നെ പഴം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതിപ്പോൾ ഒരു 2 ദിവസമായിട്ടുണ്ട്. ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ കറക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴം വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ പഴം അങ്ങനെ ഓവർ പഴുത്തിട്ടില്ല കേട്ടോ, പക്ഷേ പുറം ഭാഗം കണ്ടു കഴിഞ്ഞാൽ നല്ല പഴുപ്പായ പോലെ ഉണ്ട്. ഉള്ളിലാണെങ്കിൽ അധികം ആയിട്ടുമില്ല. അതിന് ഞാൻ 2 പഴമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് ആളല്ലേ ഉള്ളൂ. അപ്പം ഇനി ബാക്കി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് വെറും 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ അത് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. ഞാനിപ്പം ഇങ്ങനൊരു സ്നാക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ ഉന്നക്കായൻ്റെ ഒരു ഫില്ലിങ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പഴം പൊരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്നാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ വെച്ചിട്ടുണ്ട്. പിന്നെ പഴം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് സാധാരണ പുഴുങ്ങുന്ന പോലെ അങ്ങനെയും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടും പിന്നെ ടേസ്റ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും ടിപ്സൊക്കെ ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തോളി. അപ്പോൾ ഇതാ പഴം 2 ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ മതി. ഓവറായിട്ട് വെന്ത് പോകണ്ട കേട്ടോ. ഭയങ്കരമായിട്ട് വെന്തലിഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പം എണ്ണ കുടിക്കും. പിന്നെ എനിക്കിങ്ങനെ ഒരു ഡ്രിങ്ക് ആക്കണമെന്നുണ്ടേനു കേട്ടോ, സേമിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ഡ്രിങ്ക്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പാലും കൂടെ തിളപ്പിക്കുന്നുണ്ടേനു. പക്ഷേ ഇപ്പം തന്നെ സമയം നല്ലോണം ലേറ്റായി തുടങ്ങിയിട്ടുണ്ടേനി. അപ്പം ഇനി ഒന്നും നടക്കൂലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഡ്രിങ്കിൻ്റെ കാര്യം അങ്ങോട്ട് ഒഴിവാക്കി. പാല് ഞാൻ ഓൾറെഡി എന്തായാലും തിളപ്പിച്ച് വെച്ച്. ഇനിയിപ്പോൾ നമുക്ക് ചായയിൽക്കും പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്കണമെങ്കിലും തിളപ്പിച്ചിട്ടുള്ള പാൽ തന്നെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് പാല് ജസ്റ്റ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മി ഈ ഒരു സമയപ്പം തണുപ്പ് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനത് ഒന്നും കൂടെ കേകിയെടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി കേകിയിട്ടാണ് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായത്. പക്ഷെ നമ്മൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് കേകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പഴത്തിൻ്റെ സ്നാക്കിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫില്ലിങ് ആക്കാനുണ്ടെന്ന്, അത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ബേണർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയും കുറച്ച് നെയ്യും ആവശ്യമുണ്ട്. ഇതിപ്പം ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ പാൽപ്പാട എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് ഉമ്മ നെയ്യ് ഉണ്ടാക്കിയതാണ്. കുറച്ചായി ഇപ്പം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ തേങ്ങ ചിരവിയത് ഉണ്ടേനു. അപ്പം ഒരു 2 പിടി തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുത്തേന്. ഇനി നമുക്ക് ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് നെയ്യിൽ ആക്കിയെടുക്കാം. വല്ലാതെ അങ്ങനെ കളർ മാറി വറുത്ത് വരുമൊന്നും വേണ്ട കേട്ടോ. പിന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഈ കോഴിമുട്ട നമ്മൾ ചിക്കി പൊരിക്കാമെന്ന് പറയില്ലേ, അങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചിക്കിയിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ തേങ്ങൻ്റെ കൂടെ നല്ലോണം മിക്സ് ആയിട്ട് വരും. നമ്മൾ ഉന്നക്കായക്ക് മുട്ടൻ്റെ ഫില്ലിങ് ഒക്കെ ചെയ്തെടുക്കൂലേ, ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇപ്പം ഞാൻ ആക്കിയിട്ടുള്ളത്. പക്ഷേ അതിൽ തേങ്ങ ചേർക്കില്ല തോന്നുന്നുണ്ട്. തേങ്ങൻ്റെ ഫില്ലിങ് വേറെ മുട്ടൻ്റെ ഫില്ലിങ് വേറെയൊക്കെയാണ്. ഞാൻ 2 കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു ഇത്തിരി ഏലക്കായൻ്റെ പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, ഒരു സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞി സ്പൂണാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മൾ ആ സ്നാക്കിലേക്ക് ആവശ്യമുള്ള ഫില്ലിങ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മളിത് ഉള്ളിൽ നിറയ്ക്കണമൊന്നുമില്ല. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചേന്. ആ സമയമായപ്പോഴത്തേനും പഴം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും ഈ സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്.
വെന്ത് കഴിഞ്ഞപ്പോൾ ഈ പഴം കുറച്ചും കൂടെ ഇങ്ങനെ അലിഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി കുഴച്ചെടുക്കാനൊക്കെ നല്ല സുഖമാണ്. ഇനി ഞാൻ ഈ 4 പീസും ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് സൈഡിൽ വെച്ചേനെ. ഇനി നമുക്ക് ചെമ്മി കുഴച്ച് വെക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗാർലിക് പൗഡറാണ് ചേർക്കുന്നത്. ഇത് ഉള്ളതുകൊണ്ട് ഇട്ടതാണ്. ഈ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗാർലിക്കിൻ്റെ പേസ്റ്റോ അല്ലെങ്കിൽ വെളുത്തുള്ളി അങ്ങനെ ചതച്ചിട്ടും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ 2 ദിവസം വീഡിയോ ഇടാഞ്ഞത് എന്തെന്ന് വെച്ചാൽ 2 ദിവസം നോമ്പർപ്പിക്കലേനു കേട്ടോ. ഒരു ദിവസം ഉമ്മൻ്റെ വീട്ടിലേനു, പിന്നെ ഒരു ദിവസം അനീസ്ഖാൻ്റെ വല്യമ്മൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ പോയിന സമയത്ത് നമ്മൾ ഏതായാലും നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ലേനി. ഉമ്മൻ്റെ അടുത്തത് വീഡിയോ എടുക്കാനൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ ക്യാമറ എടുക്കാനേ മറന്നുപോയി. അതുപോലെ തന്നെ അനീസ്ഖാൻ്റെ വല്യമ്മൻ്റെ വീട്ടിൽ പോയപ്പോഴും ക്യാമറ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മടി പിടിച്ചിരുന്നതാണ്. പിന്നെ ഇതാ ഉമ്മൻ്റെ പത്തിരിപ്പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തേന് കേട്ടോ, നമ്മളെ ചെമ്മീനൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കോൺഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഓട്സ് എടുക്കുക, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. കോൺഫ്ലേക്സ് ആണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ എടുക്കുക. അത് ഇങ്ങനെ പൾസാക്കി എടുത്താൽ മതി. ഒരു 2-3 പ്രാവശ്യം പൾസാക്കിയാൽ തന്നെ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ ഇതെല്ലാം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് 2 സ്നാക്കും പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്നാക്ക് വന്നിട്ട് ശരിക്കും നമ്മൾ ചെമ്മീൻ അതേപോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. ഇത് നമ്മൾ ഈ ബ്രോസ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടുമല്ലോ, ചെമ്മീൻ്റെ ബ്രോസ്റ്റ്, ആ ഒരു ടൈപ്പിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇത് കുഞ്ഞ് ചെമ്മീൻ കേട്ടോ, അതുകൊണ്ട് തന്നെ പൊരിച്ചിട്ട് കാണാനേ ഇല്ല സാധനം. അപ്പോൾ പിന്നെ ഞാനത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഈ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബാച്ച് ഞാൻ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ചെമ്മീൻ എടുത്തിട്ട് കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്തിട്ട് അങ്ങനെ പൊരിച്ചെടുത്തേന്. അത് ഞാൻ മാറ്റി വെച്ചിന് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ചും കൂടെ വലിപ്പമുള്ള ചെമ്മിയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല അടിപൊളിയാവും കേട്ടോ. പക്ഷേ കഴിക്കാൻ കുഞ്ഞി ചെമ്മിയാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇനി ബാക്കിയുള്ള ചെമ്മീനെ എല്ലാം കൂടെ ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ പിന്നെ നമുക്കൊരു നഗറ്റ്സിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീനെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാൻ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ചിക്കൻ്റെ കബാബ് ചെയ്തിരുന്നു. അപ്പോൾ ചിക്കൻ ഇങ്ങനെ അരച്ചിട്ട് ആക്കിയിട്ടുണ്ടേനി. അത് കണ്ടിട്ട് ഒരു 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടേനു, ചിക്കൻ അരച്ചത് കണ്ടപ്പോൾ എന്തോ പോലെ ആയിന്ന്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ അരച്ചതും മറ്റതും തമ്മിൽ നല്ല ടേസ്റ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ആക്കി നോക്കട്ടോ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെമ്മീൻ അരച്ചത് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ഷേപ്പാക്കിയാണ്ട് അത് കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്തിട്ട് ഇപ്പം ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്, കാരണം ചെമ്മീൻ്റെ ഉള്ളിലൊക്കെ വേവണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ സിമ്മിലിട്ടിട്ടാണ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് ഓരോന്നിങ്ങനെ ആയി വരുമ്പം അത് പൊരിച്ച് കോരുകയാണ്. ഇതിപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ഇഫ്താർ പാർട്ടി, നോമ്പർപ്പിക്കലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്കാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ചെമ്മീൻ നഗറ്റ്സ് എന്ന് പേരിടല്ലേ. അപ്പം വേറെ എന്തെങ്കിലും പേര് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻസിൽ പറയണേ. ഉമ്മൻ്റെ പത്തിരിപ്പണിയൊക്കെ ഏതാണ്ട് കഴിയാനായി കേട്ടോ, ഇപ്പോൾ ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് ഞാൻ നല്ലോണം ഉടച്ചിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുത്തേന്. എന്നിട്ട് ഇനി ഇത് ആ ഓയിലിൽ തന്നെ നുള്ളിയിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. ഞാൻ ഈ സെയിം ഓയിൽ തന്നെയാണ് കേട്ടോ ഇത് പൊരിച്ചെടുക്കണത്, കാരണം അതിന് കണക്കാക്കിയിട്ടായിരുന്നു ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായത്. പക്ഷേ ആ കോൺഫ്ലെക്സിൻ്റെ പൊടി കാരണം ഓയിലിങ്ങനെ എന്താ പറയുക കുറച്ചൊരു കളറ് മാറി നിൽക്കുന്നുണ്ടേനു, ആ പൊടി താഴെ പോയി കിടക്കുന്നുണ്ടേനി. പിന്നെ ഇതിപ്പം പുറത്തേക്ക് കൊടുക്കാനുള്ള ഒന്നല്ലല്ലോ, നമ്മൾ തന്നെ കഴിക്കുന്നതല്ലേ. അപ്പം അങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ച്. ഒന്നാമത്തെ കാര്യം ഈ ഒരു ചീഞ്ചട്ടിയിൽ നിന്ന് ഓയിൽ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പണിയല്ലേ, ചൂടാണ്, പിന്നെ കയ്യിൽ തട്ടും. അപ്പോൾ അതൊക്കെ മടിച്ചിട്ടാണ് ഞാൻ ഓയിൽ മാറ്റാഞ്ഞത്. അപ്പോൾ ഇതാ കുറച്ച് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം പൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ, ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആയതായത് ടേബിളിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഫ്രൂട്ട്സ് ഉമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനു. പിന്നെ ഞാൻ ആ ചെമ്മീൻ്റെ നഗറ്റ്സ് ഉണ്ടല്ലോ അതും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ടേബിൾ ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. ഫ്രൂട്ട്സ് ആപ്പിൾ ഉണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്, കാരക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്നാക്ക്. അങ്ങനെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അതായത് ആ ഫില്ലിങ് നേരത്തെ ആക്കിയിട്ടുള്ള ഫില്ലിങ് താഴെ വെച്ച്, എന്നിട്ട് പിന്നെ പൊരിച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ ഉണ്ടകൾ മേലെയും വെച്ച്, അങ്ങനെയാണ് അത് റെഡിയാക്കിയത്. ഇപ്പോൾ നമ്മൾ നോമ്പ് തുറന്നിട്ട്
കേട്ടോ. ബാങ്ക് കൊടുത്തപ്പം കാരക്കും വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്ന് എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഓരോന്നോരോന്നും കഴിച്ച് നോക്കുകയാണ്. ഈ നഗറ്റ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പുറത്തുനിന്ന് കഴിക്കുന്ന ആ ചെമ്മീൻ നഗറ്റ്സിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ സ്നാക്കും ഈ പഴത്തോണ്ട് ഉണ്ടാക്കിയത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓയിലിൽ പൊരിച്ചെടുക്കലും പിന്നെ ആ ഒരു ഫില്ലിങ്ങും ഒക്കെ വന്നതുകൊണ്ട് ഒരു ഉന്നക്കായൻ്റെ ടച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. ഉന്നക്കായ പോലെ നമ്മൾ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്യുക അങ്ങനത്തെ പണിയൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ നുള്ളിയിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ 2 സ്നാക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്